முகிலினங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ நீலவானிலே வெள்ளி ஓடைகள் ஓடுகின்றதே என்ன ஜாடைகள் விணிவெளியில் விதைத்தது யார் நவமணிகள் இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. Great, great. Thank you so much. Okay, nice sound. Hi friends, welcome to Hair Transplant Safari. ഞാൻ ഇന്ന് ഒരു സായിപ്പിന്റെ കൂടെയാണ് എന്ന് പറയാം. സായിപ്പല്ല, അയർലാൻഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സായിപ്പ് എന്ന് പറഞ്ഞത്. മലയാളിയാണ്. ഒന്ന് ജസ്റ്റ് നിങ്ങളത് പരിചയപ്പെടുത്തുക. ഹായ്, നമസ്കാരം. എൻ്റെ പേര് റോബിൻ ചാക്കോ. ഞാൻ അയർലൻഡിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരളത്തിൽ എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്ത. ഇപ്പൊ നിങ്ങളിപ്പോ അയർലാൻഡാണ്. എത്ര വർഷമായി? അപ്പോൾ 4 വർഷം. എന്താ ഇവിടുന്ന് പഠിച്ചു പോയതാണോ? ഞാനിവിടെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വൈഫ് അവിടെ നേഴ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ചെന്നു. പിന്നെ അവിടെ തന്നെ നമ്മുടെ സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് ജോലി കിട്ടി. ജോലിക്ക് പരീക്ഷ. അതെ, അവിടെ സെറ്റിൽ ആയി. 2 കൊല്ലം സെറ്റിൽ ആയി. ഐ തിങ്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളത്? ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ചെയ്തിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ്. അപ്പൊ അത് റിസ്ക് ആണല്ലോ. അവിടെ നിന്ന് എന്തുകൊണ്ടാണ് റിസ്ക് എടുത്തത്? ബിക്കോസ് അത് കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. ടർക്കി അടുത്താണ്. അപ്പൊ നിങ്ങൾ അത് അവിടെ നിന്ന് പോവാതെ, ഹെയർ ട്രാൻസ് ഹബ്ബ് എന്ന് പറഞ്ഞ ടർക്കിയാണ്, അവിടെ പോവാതെ കേരളത്തിൽ കൊച്ചിയിൽ വന്നിട്ട് ചെയ്യാനുള്ള കാരണം ചെയ്ത് നെക്സ്റ്റ് 10 ദിവസം തിരിച്ചു പോവുകയും ചെയ്യുന്നു. വാട്ട് ഈസ് ദ റീസൺ? അത് എനിക്ക് കുറച്ചും കൂടെ ഒരു ജെനുവിനിറ്റി തോന്നിയത് നമ്മുടെ ഇവിടെയാണ്, കേരളത്തിലാണ്. പിന്നെ ഈ പറഞ്ഞ ഞാൻ റിസൾട്ട് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തവർ തന്നെ കുറച്ച് പേര് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ടർക്കിയിൽ നിന്നായിരുന്നു. അപ്പോൾ അവരുടെ റിസൾട്ടിലൊന്നും ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഇനി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ എനിക്കറിയത്തില്ല എന്താണ്. വിസിബിലിറ്റി അത്ര തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ബൈ ചാൻസ് സത്യനേട്ടൻ്റെ ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കാണ് എൻ്റെ കുറേ സംശയങ്ങൾ ഞാൻ ചോദിക്കാതെ തന്നെ ഓരോ വീഡിയോയ്ക്ക് അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ റിസൾട്ട് സത്യനേട്ടൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുകൊണ്ട് ഞാൻ സത്യനേട്ടൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. പിന്നെ ഓരോ റിസൾട്ടും വരുന്നതും എൻ്റെ സർജറി കഴിയുമ്പോഴത്തേക്കും ഉള്ള ഇപ്പോൾ ഹെയർ ലൈൻ ഫിക്സ് ചെയ്യുന്നത് പോലും സത്യനേട്ടൻ്റെ വീഡിയോയ്ക്ക് നമ്മുടെ സംശയം സത്യനേട്ടൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ നമുക്ക്. ഹെയർ ലൈൻ ഇങ്ങനെ 6 ആയിട്ട് വരണം. അപ്പോൾ അത് ഇപ്പം വെച്ച് കഴിയുമ്പോഴും ഉണ്ടാകുന്ന ഡിഫക്റ്റ് നമുക്ക് മാറി കിട്ടുന്ന പോലെ ക്ലാരിറ്റി ഉണ്ട്. അതിന്റെ ഇതറിയാൻ 10 ദിവസം ആയതുള്ളൂ. 10 ദിവസം തന്നെ എങ്ങനെയുണ്ട് നോക്കാം. അത്രയും നല്ല ഡെൻസിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ എക്സൈറ്റഡ് ആണല്ലേ? ആക്ച്വലി പേടിയുണ്ടായിരുന്നു. പേടിയുണ്ട്, നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് ഒന്നത്തെ കാര്യം, ഇത് മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ. വൺസ് ചെയ്യുന്നു. അതുപോലെ സത്യനേട്ടൻ്റെ വീഡിയോക്ക് തന്നെ മാത്രമല്ല, നമ്മൾ ആദ്യമേ നമ്മുടെ ഡോണർ ഏരിയ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പോയ ആൾക്കാർ കുറെ ആക്ടർമാരും വലിയ ഹൈ പ്രൊഫൈൽ ആൾക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, ആരെ പേര് പറഞ്ഞു, അവരെ കുറിച്ച് ചെയ്ത് ഫെയിൽ ആയ ആൾക്കാരുണ്ട്. ചില ക്ലിനിക്കുകൾ പറ്റിച്ചു കൊടുക്കും. ഒരു കലക്ടർ അതിനടുത്ത് പറഞ്ഞ ഒരു ക്ലിനിക്ക് പറഞ്ഞത്, നിങ്ങൾ മിനറൽ വാട്ടർ കുളിക്കാത്തതുകൊണ്ടാണ് മുടി വരാത്തത്. പുള്ളി ഫുൾ ടൈം മിനറൽ വാട്ടർ കുളിച്ചു, മുടി വന്നില്ല. മിനറൽ വാട്ടർ അപ്പൊ പുള്ളിക്ക് ചെയ്തത് പ്രോബ്ലമാണ്. പിന്നെ പുള്ളിക്ക് മനസ്സിലായി, പിന്നെ അതിന് കറക്ഷൻ ചെയ്തു. നല്ല റിസൾട്ടാണ്. കേരളത്തിൽ ഇപ്പൊ പുള്ളി കളക്ടറായി നിൽക്കുക. ഞാൻ എന്നെ വിളിച്ചോണ്ടിരിക്കുക, എനിക്കറിയാം, ഞാൻ ആ സർവീസ് കൊടുത്തു പുള്ളി. സോ ഇത് എല്ലാ പ്രൊഫഷനും നിങ്ങൾ ചിന്തിച്ച് ഒരു കളക്ടർക്ക് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ. അതാണ് എനിക്ക് സംശയം വന്നത്. ടർക്കിയിലൊക്കെ പോകുമ്പോഴേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണോ? ഇപ്പൊ അവിടെ നല്ല ക്ലിനിക്കുണ്ട്, പരമാവധി ക്ലിനിക്കൽ ബിസിനസ് ആണ്. അപ്പൊ അവര് പാക്കേജ് കൊടുക്കുന്നത്, അതായത് അവര് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, പിന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അത് നമുക്കതൊന്നും വേണ്ടല്ലോ. നമുക്ക് മുടി വന്നാൽ എന്ത് എക്സ്പ്ലോർ ചെയ്യും? പിന്നെ മുടിയില്ലാതെ പോയി ഫോട്ടോ എടുത്ത കാര്യമൊന്നുമില്ല. ഞാൻ എഞ്ചിനീയറാണ്, പ്ലസ് ഇതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു ബാൻഡ് ഉണ്ട്. ഇപ്പൊ ബാൻഡിൽ പാട്ട് പാടുന്നുണ്ട്. എന്തെങ്കിലും പറയാനുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് സജഷൻ എന്തെങ്കിലും നിങ്ങളുടെ? അല്ല, എൻ്റെ സജഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരിടത്ത് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് സമാധാനം കിട്ടുന്നതും. എനിക്ക് മുടി വളരണമെങ്കിൽ ഏറ്റവും വേണ്ടത് സമാധാനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ അടുത്ത് പോയി ചെയ്താൽ അത്രയും ഹാപ്പി. പിന്നെ ഏറ്റവും റിസൾട്ട് കണ്ട ഒരാളായതുകൊണ്ട് ഇപ്പം സത്യനേട്ടൻ തന്നെ വന്ന് നമ്മുടെ മുടി കണ്ടിട്ട് പറയുകയാണ്, ഓക്കെ ഈ ഹെയർ ലൈനിൽ എനിക്ക് 100% വിശ്വാസം എന്ന് പറഞ്ഞാൽ
മരുന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്കൊരു സന്തോഷം. അല്ല ഹെയർലൈൻ ഭംഗിയിൽ വന്നിട്ട് നല്ല ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ. കാരണം ഇതിപ്പോ നിങ്ങൾക്ക് 10 ദിവസമാണ് ഇതിപ്പോ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് അറിയില്ല, ഒരു ബൾജിങ്ങോ ഒന്നുമില്ല. അത് സഫയറിന്റെ പ്രത്യേകത. അതെ. സഫയർ ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഓക്കെ. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ ഒരു ഡയറക്ഷൻ നമുക്ക് അത് വളരെ അറിയാൻ പറ്റുന്നു. ഓക്കെ. ഒരു സ്കിൻ ഇതാവോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഒന്നുമില്ല, എനിക്ക് നീരൊന്നും വന്നില്ല. നീര് വരില്ല. ആ. നീരൊക്കെ വരുന്ന ഈ ചില ആൾക്കാരുണ്ടല്ലോ, ഈ ലോക്കൽ ആൾക്കാർ വന്ന് കുറെ അനശീഷ കൊടുത്തൊക്കെ ചെയ്യുന്ന കുറെ ക്ലിനിക്കുകൾ 10 രൂപ 5 രൂപ അവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ കാണാൻ പിടിയും. അതെ. കുറെ വീഡിയോസ് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നോട് പറഞ്ഞ 3-4 ദിവസം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്ക് ഒരു നീര് വരുന്നു. എനിക്കൊന്നും വന്നില്ല, ഫ്രീ ആയിരുന്നു. ഒന്നും വരില്ല. അത് വളരെ റെയറാണ്, വരുന്ന കുറവാണ്. ചില ക്ലിനിക്കിൽ എല്ലാവരും വരും. അത് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നല്ലതാണ്. ഈ ഓടിക്കാൻ ഡ്രൈവർക്ക് ഓടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മെർസിഡീസ് ബെൻസ് ആണ് ലോണിൽ കൂലിക്കൂടെന്ന് പറഞ്ഞ പോലെ ഈ സംഭവം നല്ലതാണ്. ചെയ്യുന്ന കറക്റ്റാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന ഏരിയ വിത്ത് നന്നായിട്ട് കാര്യം വീണ സ്ഥലം നന്നാവണമെന്ന് പറഞ്ഞ പോലെ സംഭവം നല്ലതാണ്. പക്ഷെ കറക്റ്റ് വെച്ചില്ലാന്നുണ്ടെങ്കിൽ പോകും. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഞാനിപ്പോ നാളെ പോകും. നാളെ പോയി കഴിഞ്ഞാൽ 1 year ഇനി 1 year കാണുമ്പോൾ ആൾക്കാർ ഞെട്ടിപ്പോകും, ഇത് എങ്ങനെ വന്നു. അതാണ് എനിക്ക് വേണ്ടത്. പല ആൾക്കാരും ഡൗട്ട് ഉണ്ട്, ഈ സർജറി ചെയ്തിട്ട് ഞാൻ തിരിച്ചിവിടെ പോയി കഴിഞ്ഞാൽ റിസൾട്ട് വരുമോ ഇല്ലയോ, ആ ഡൗട്ട് നിങ്ങൾക്കും ഉണ്ടാവാം, പല ആൾക്കും ഉണ്ട്. എങ്ങനെ ചെയ്യാം? അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും ഇദ്ദേഹം. കാരണം അടുത്ത വർഷം റോബിൻ ഭായിയുടെ വീട് നമ്മൾ കൂടെ ഒന്ന് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മുടി വരുന്നില്ലെന്ന് അറിയാൻ പറ്റും. ഒരു PR ഒന്നും ചെയ്തില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെയർ 100% പറയും. ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.